ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ ഹൈസ. മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ ആഭിമുഖ്യത്തിൽ രാഷ്ട്ര നിർമ്മാണത്തിനായി നിസ്തുല സംഭാവനകൾ നൽകിയ വ്യക്തികളെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പ്രഥമ നിർമ്മല വിജ്ഞാൻ പുരസ്കാരം നാളെ സമർപ്പിക്കും. 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പ്രഥമ പുരസ്കാരം ISRO ഡയറക്ടർ S ഉണ്ണികൃഷ്ണനാണ് നൽകുന്നത്. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രാഷ്ട്ര നിർമ്മാണത്തിൽ നിസ്തുല സംഭാവനകൾ നൽകിയ വ്യക്തിത്വങ്ങളെ നിർമ്മല വിജ്ഞാൻ പുരസ്കാരം നൽകി ആദരിക്കുന്നതിന് ഈ വർഷം മുതൽ തുടക്കം കുറിക്കുകയാണെന്ന് കോളേജ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ഓട്ടോണമസ് ജനുവരി 2025 ജനുവരി 3-ാം തീയതി നിർമ്മല വിജ്ഞാൻ പുരസ്കാര ദാനം അതോടൊപ്പം തന്നെ ശാസ്ത്ര പ്രദർശനവും കോളേജിൽ ആരംഭിക്കുകയാണ്. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രാഷ്ട്ര നിർമ്മാണത്തിൽ നിസ്തുല സംഭാവനകൾ നൽകിയ വ്യക്തികളെ കോളേജ് ഓട്ടോണമസ് ആയ ഈ സന്ദർഭത്തിൽ നിർമ്മല വിജ്ഞാൻ പുരസ്കാരം നൽകി ആദരിക്കുവാൻ ഈ വർഷം തുടക്കം കുറിക്കുകയാണ്. ആദ്യത്തെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞനും വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ഡയറക്ടറുമായ ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ അവറുകളാണ്. അവാർഡ് ദാന ചടങ്ങിനോടനുബന്ധിച്ച് കോളേജിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശാസ്ത്ര പ്രദർശനവും അവരുടെ ഭാവനയും സ്വപ്നങ്ങളും ശാസ്ത്ര കൗതുകവും വളർത്തുന്നതിന് വേണ്ടി ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ സാറുമായി വിദ്യാർത്ഥികൾക്ക് സംവാദം നടത്തുന്നതിനുള്ള അവസരവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് ലോക പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞനും വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടറുമായ ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായരാണ്. 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ സമ്മാനിക്കും. അവാർഡ് ദാന ചടങ്ങിനോടനുബന്ധിച്ച് ശാസ്ത്ര പ്രദർശനവും ശാസ്ത്ര കൗതുകവുമുള്ള സ്കൂൾ കുട്ടികളുമായി ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ സംവാദത്തിലേർപ്പെടും. കോളേജിൽ സംഘടിപ്പിക്കുന്ന ശാസ്ത്ര പ്രദർശനത്തിൽ പങ്കെടുക്കുന്നതിന് കോളേജ് ക്യാമ്പസ് സ്കൂൾ കുട്ടികൾക്കായി തുറന്നു നൽകും. കൂടാതെ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് തയ്യാറാക്കിയ ചന്ദ്രയാൻ 3യുടെ പ്രവർത്തന മാതൃകയുടെ പ്രദർശനവും ഉണ്ടായിരിക്കും. വരും വർഷങ്ങളിലും നിർമ്മല വിജ്ഞാൻ പുരസ്കാരം നൽകി വിജ്ഞാന ലോകത്തിനായി ജീവിതം സമർപ്പിച്ചവരെ ആദരിക്കും. അതിനോടനുബന്ധിച്ച് ഭാവി തലമുറയിൽ ജ്ഞാനകൗതുകം വളർത്തുന്നതിനുള്ള വ്യത്യസ്ത പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ജനുവരി 3-ന് രാവിലെ കോളേജ് ഡയമണ്ട് ജൂബിലി ഓഡിറ്റോറിയത്തിലാണ് പുരസ്കാരദാനവും പ്രദർശനവും സംവാദവും ഒരുക്കിയിരിക്കുന്നത്. 2023 ജൂലൈയിൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ വിജയകരമായി ചന്ദ്രയാൻ 3 പേടകമിറക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ചന്ദ്രന്റെ ഉപരിതലത്തിലെ വിവിധ മൂലകങ്ങളുടെ സാന്നിധ്യം, ഉപരിതല ഊഷ്മാവ് തുടങ്ങിയവയുടെ പഠനങ്ങളിൽ നിർണായക പങ്ക് ചന്ദ്രയാൻ 3 വഹിച്ചിട്ടുണ്ട്. 1 വർഷമെടുത്ത് നിർമ്മിച്ച യഥാർത്ഥ ചന്ദ്രയാൻ പേടകത്തിന്റെ അതേ വലിപ്പത്തിലുള്ള പൂർണ്ണമായും ഓട്ടോമാറ്റിക് സംവിധാനത്തിൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ നടന്ന സംഭവങ്ങളുടെ പുനരാവിഷ്കാരമാണ് പ്രദർശനത്തിൽ നടക്കുക. ഏകദേശം 500 കിലോയോളം ഭാരം വരുന്ന പേടകമാണ് കോളേജിൽ ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഒരു കോളേജിൽ ഇത്തരത്തിലുള്ള ഒരു തത്സമയ പുനരാവിഷ്കാരം നടക്കുന്നത്. വിദ്യാർത്ഥികളിൽ ശാസ്ത്ര അഭിരുചി വളർത്തുന്നതിനൊപ്പം രാജ്യത്തിന്റെ ശാസ്ത്ര പുരോഗതി പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് നിർമ്മല കോളേജ് ഇത്തരത്തിലൊരു ശാസ്ത്ര പ്രദർശനം ഒരുക്കുന്നത്. പ്രദർശനത്തിൽ സമീപ പ്രദേശങ്ങളിൽ നിന്നായി 1000-ഓളം സ്കൂൾ വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഭാരതത്തിന്റെ അഭിമാന നേട്ടങ്ങളായ ചന്ദ്രയാൻ, മംഗൾയാൻ പദ്ധതികളിൽ നിർണായക സ്ഥാനം വഹിച്ച നിലവിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർക്കാണ് ഈ വർഷത്തെ പുരസ്കാരം സമ്മാനിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ K. കുര്യാക്കോസ്, ബർസാർ ഫാദർ പോൾ കളത്തൂർ, വൈസ് പ്രിൻസിപ്പൽമാരായ പ്രൊഫസർ ഇമ്മാനുവൽ AJ, ഡോക്ടർ സോണി കുര്യാക്കോസ്, ഫിസിക്സ് വിഭാഗം മേധാവി പ്രൊഫസർ ടിറ്റു തോമസ്, കോളേജ് ഡീൻമാരായ ഷൈമോൻ ജോസഫ്, ഡോക്ടർ വിനോദ് KV, PRO ഏബൽ ബാബു എന്നിവർ പങ്കെടുത്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.